അപ്പൊ കുട്ടിന്റെ പേര് പറയും. എന്റെ പേര് സൈദി ഷെഫിയാണ്. ഞാന് വന്നിരിക്കുന്നത് ഇപ്പൊ കണ്ണാട പാർക്കിലാണ്. ഞാനിപ്പോ സന്തോഷത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതെല്ലാരും എന്റെ ഫ്രണ്ടാളാണ്. ഇവലൊക്കെ ആശിമും ബലം ഹുസൈനൊക്കെ എന്റെ ഫ്രണ്ടാളാണ്. ഇവലിപ്പോ ഞങ്ങള് കുറച്ച് സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങള് 14 വാർഡില് ലീഗിന് വന്നതാണ് ഇങ്ങോട്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് 2 ബസ്സായിരുന്നു ഉള്ളേ. രാവിലെ പൊറാട്ടയും ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ബിരിയാണിയും പൊറാട്ടയൊക്കെ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര സൂപ്പർ. ഡിജെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് സീനാക്കി. ഈ പാർക്ക് ഇപ്പൊ കർണാടക പാർക്കാണല്ലോ. ഈ കർണാടക പാർക്കിൽ കയറാൻ കുറെ പൈസ നിങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് യാതൊരു സാമ്പത്തിക ചെലവില്ല. നിങ്ങൾ ആരെ കൊടുക്കുന്നത്? ഞങ്ങളൊരു ഓല് വന്നുകൊണ്ട് ഞങ്ങളെ ബസ്സിൽ കയറിയാണ്. അപ്പൊ ഓല് ഞങ്ങളെ കൊടുന്നതാണ്. അതായത് ഇത്രയുള്ള കാര്യം. നിങ്ങളെ വാർഡില് വലിയ ഭൂരിപക്ഷത്തിന് സ്ഥാനാർത്ഥി ജയിച്ചു. അപ്പൊ അതിന്റെ സന്തോഷത്തിന് നിങ്ങളൊക്കെ നല്ല ഓടി നടന്നു. നിങ്ങളെ വെച്ചിട്ട് ഞാൻ മുമ്പ് ഒരു റീല് ചോദിച്ചിരുന്നു ഇങ്ങോട്ട്. ഇലക്ഷന് മുമ്പ് ചോദിച്ചെന്താന്നറിയോ? നിങ്ങളെ കുട്ടികളൊക്കെ പ്രവർത്തിച്ച വോട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊന്നും എനിക്ക് തന്ന മറുപടി ഞങ്ങള് ന്യൂ ജനറേഷൻ ആണെന്നാ. ന്യൂ ജനറേഷൻ അപ്പൊ ന്യൂ ജനറേഷൻ പറഞ്ഞ വോട്ട് കിട്ടും. കാരണം 13 വോട്ടിന് നിങ്ങൾ 331 വോട്ടാക്കി. ചില്ലറക്കാരല്ല. അപ്പൊ നിങ്ങൾക്ക് ടൂർ വെക്കല്ലോ. ഇത് ഞങ്ങള് എല്ലാരും കൂടി മുട്ടായി വാങ്ങണം, ബലൂൺ വാങ്ങണം, പലതും വാങ്ങിയാണ്. അങ്ങനെ മുട്ടായി ഒക്കെ വാങ്ങാൻ നിർത്തി തരും. അപ്പൊ നമ്മളൊക്കെ 10 റുപ്യ ഉണ്ട്. 110 ഉള്ളത്. 110 അവിടുന്ന് വാങ്ങുമ്പോ ഞങ്ങള് ഇവിടെ കർണാടക കുറച്ചാലൊന്നും കറങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. ഒന്നാണ് പിഞ്ഞാണ്ട് പോണം ഊട്ടിക്ക്. ഈ പാർക്ക് എങ്ങനെയുണ്ട്? പാർക്ക് സീനാക്കി. ഇവിടെ കറങ്ങാൻ ഒരു വണ്ടി ഉണ്ടാവും. അതിന് 100 റുപ്യ ആണ്. എന്നാലും കറങ്ങാൻ പറ്റും. പ്രായമുള്ള ആൾക്ക് നടക്കാൻ ഇവിടൊക്കെ ഓടി കളിച്ചാൽ എന്തൊക്കെ നല്ല പ്രൈസ് ഉള്ള ഒരു ബാലകേരളന്റെ ആൾക്കാരാന്നൊക്കെ പറഞ്ഞേക്കണ്ടല്ലോ. ബാലകേരള നിങ്ങൾക്ക് എന്താ മാസം മറ്റേ ടർഫില് കളിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതന്നെ. അതൊക്കെ അതിന് പന്ത് കൊടുത്ത് ഇതൊക്കെ കൊടുത്തുകൊണ്ട് അത് മാത്രല്ല നിങ്ങളെ അവിടുത്തെ പരിസര പ്രദേശങ്ങളൊക്കെ ശുചീകരണ യജ്ഞങ്ങളൊക്കെ ഏറ്റെടുക്കണ്ടല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മറ്റു മുതിർന്നവരെ കൂടെ നിന്നിട്ട് നിങ്ങളേതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നൊക്കെ കേട്ട് അത് അങ്ങനത്തെ പ്രവർത്തിയൊക്കെ ചെയ്യുന്നതിന് സന്തോഷം ഉണ്ടോ? അതിന് സന്തോഷം, നല്ല സന്തോഷം. നല്ല സന്തോഷം. ഈ വയ്യിലെ മുള്ളൊക്കെ മാറ്റുന്നതൊക്കെ നല്ല കാര്യമാണോ? അതൊരു വിവാദത്താണല്ലേ? അങ്ങനെ. അപ്പൊ അടിസ്ഥാനത്തൊക്കെ കാണാം. അപ്പൊ എന്തായാലും ബാലകേരളന്റെ മക്കളാണ്. ഭാവിയിലെ മുസ്ലിം ലീഗിന്റെ കരുത്തരായ മക്കളായി മാറും അല്ലേ? ഓക്കെ. സന്തോഷം. താങ്ക് യു. വെൽക്കം.